ഇപ്പൊ ഇന്നലെ എണ്ണ ഉണ്ടാക്കി വെച്ചതാണ്. കൊറേ ഓർഡർ ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മളെങ്ങനെ അറിയോ ആവശ്യക്കാരുണ്ടാവുമ്പോ അപ്പൊ എണ്ണ ഒരു കുറച്ചൊരു 4-5 ലിറ്ററിന്റെ ഒക്കെ ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാല് അപ്പൊ ഒരു 10 ലിറ്റർ കൊണ്ട് ഉണ്ടാക്കും. എണ്ണ കാണിച്ചു. അങ്ങനെ എണ്ണ കാണിച്ചു. അപ്പൊ അത് അടച്ചു വെച്ചതൊക്കെ തുറന്നു വെച്ചു. എണ്ണയൊക്കെ കാച്ചി റെഡിയാക്കി. വാസന എങ്ങനെ വരുന്നു? കാച്ചി എണ്ണയുടെ വാസന നല്ല വാസന കേട്ടോ. ഇത് തേച്ച് ഒരു 20 മിനിറ്റ് തലയിൽ തേച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് നല്ലൊരു സുഖം. നമ്മളെ മുടി കൊഴിച്ചില്, താരൻ, പിന്നെ മുടിയുടെ ഉള്ളു കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പിന്നെ ഒരു 10, 20, 24 വയസ്സ് തൊട്ട് നരയ്ക്കാൻ തുടങ്ങിയവർക്കൊക്കെ നല്ലതാട്ടോ. ഇപ്പൊ നമ്മളെങ്ങനെ അറിയോ, അപ്പൊ നമ്മളൊരു പുതിയ 2 ഐറ്റം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നില്ല, സീക്രട്ട്. അങ്ങനെയാണ്. കാരണം ഇത് സെയിൽ ചെയ്യണ്ടോ. വേറെ കാച്ചി വെച്ചാൽ പിറ്റേ ദിവസം പിഴിയാൻ പറ്റും. എന്താ വെച്ചാൽ നല്ല ചൂടുണ്ട്. പിന്നെ അല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഇരിക്കണം. പിന്നെ അതിന്റെ സത്തും എല്ലാ മരുന്നുകളൊക്കെ ഒന്ന് റെഡിയായി സെറ്റായി വരണമെങ്കിലും അപ്പൊ എന്തായാലും തിളപ്പിച്ച് വെക്കുമ്പോ ഒരു സൊറ വെള്ളം പോലെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ നല്ല കൊഴുപ്പായി കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് കൊഴുപ്പ്. അപ്പൊ ഞാൻ തോർത്ത് വെച്ചിട്ട് എങ്ങനെയാണ് സാധാരണ പിഴിയാറ്. തോർത്ത് കൊടുക്കോ? ഓർഡർ ഉള്ള കൂട്ടുകാരൊക്കെ ആർക്കൊക്കെ എണ്ണ വേണ്ടെന്നുള്ളത് നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊറേ പേര് നമ്മുടെ അടുത്ത് വാങ്ങിക്കണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഓർഡറിനനുസരിച്ചാണ് എണ്ണ കാച്ചാറ് കേട്ടോ. അപ്പൊ ആരൊക്കെ വേണ്ടെന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞത് നമ്മൾ അയച്ചു തരാം. ഒടുക്കം ആവുമ്പോ കീടം നല്ലോണ്ടാവുമല്ലോ. അപ്പൊ പിഴിയാറ് ഇങ്ങനെയാകുമ്പോ എളുപ്പമാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് പിന്നെ എല്ലാ എണ്ണയും കൂടി ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ കണ്ടേ നല്ല കൊഴുപ്പായില്ലേ. ഇപ്പൊ അതെ അതെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കൊഴുപ്പ് നല്ലോണമായി. ഞാൻ തട്ടിൽ ഒരു തട്ടെടുക്കും. ആ തട്ടെടുത്തു തട്ടിലേക്കാ വെക്കാറ്. ഇത് ഇളക്കില്ല അല്ലേ? ഇളക്കാൻ ഒടുക്കെടുത്താ മതിയേ. അപ്പൊ അത് ഇളക്കിയെടുത്താ പിന്നെ ചണ്ടി കൊറേ വരില്ലേ ഇതില്. അപ്പൊ പിഴിയാൻ സുഖമാണ്. അങ്ങനെ ആദ്യം അങ്ങനെ മീതേന്ന് എടുത്താൽ പിന്നെ തെളി എടുക്കുക. തെളി എടുക്കുക. പിന്നെ എന്താ വെച്ചാ ഉള്ളി കൊറേ ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ചെരിച്ച് വെക്കും ഞാൻ. അപ്പൊ ഇറങ്ങി വരും. അങ്ങനെയൊക്കെയാണ് മുത്തശ്ശി പിഴിയാറ്. അങ്ങോട്ട് പോണമ്മേ. നല്ല ഉഷാറായിണ്ട്. ചിലവരങ്ങനെ ചെയ്യാറ് അരച്ചിട്ട് ബോംബെക്ക് ഒരു കുപ്പി കേട്ടോ. അതെയോ? ഞാൻ കേട്ടത് ബോംബെയിലേക്ക്. ബോംബെയിലേക്കല്ല, എനിക്ക് പോകുമ്പോ എറണാകുളത്തേക്ക് പോകുമ്പോഴേക്കും ഒരു കുപ്പി. ഇനി ഇതിക്കിണ്ട് ഒഴിച്ച് ആ വാൽപാത്രം വള്ളിപ്പാത്രം അത് കയറ്റി വെച്ചോ. സ്ഥാനം മാറിയതുകൊണ്ടാണ്. 2 ദിവസമായിട്ട് നടുവിന് ഭയങ്കര വേദനയാണ്. നടുവിനല്ല പുറം. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഇതൊക്കെ പിഴിയാണ്ട് അല്ലേ മുത്തശ്ശിയെ? അരമണിക്കൂർ എന്തായാലും കഴിയും പിഴിഞ്ഞ് കഴിയുമ്പോൾ. ഇതിപ്പോ എത്ര ലിറ്റർ ഉണ്ടമ്മേ? 10 ലിറ്റർ. 10 ലിറ്റർ എണ്ണ കാച്ചിയത് നോക്കണം. എന്തായാലും ഒരു 2 ലിറ്ററോ 1.5 ലിറ്ററോളം. ഈ എണ്ണ ഒന്ന് കൊണ്ടുപോയിട്ട് തൂക്കിയാൽ മതി. ഒന്നിച്ചുണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാല് പറയാലോ. ഒരു 1.5 ലിറ്റർ എന്തായാലും കുറയും. അതെ, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. എന്താ വെച്ചാൽ സാധനത്തിന്റെ വ്യത്യാസം. പിന്നെ എന്താ അറിയോ, എണ്ണ പിന്നെ ഉണ്ടാവുക എങ്ങനെയാന്ന് വെച്ചാല് ചിലവര് പറഞ്ഞിരുന്നു അമ്മ എങ്ങനെ നമ്മളെ നമുക്ക് ശരിയായില്ല അല്ലേ. പച്ചമരുന്നുകളൊക്കെ അരച്ചിട്ട് അതില് കിഴി കെട്ടി പിഴിഞ്ഞതിന് ശേഷം എണ്ണ കാച്ചാൻ അതിൽ ഇതാക്കിയിട്ട് അങ്ങനെയാകുമ്പോ എത്ര കൊഴുപ്പും കിട്ടില്ല. ഞങ്ങക്ക് ശരിയായില്ല അത്. അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യും. കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാവും. നമ്മളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നഷ്ടം ഉണ്ടാവും. എല്ലാം ലാഭമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. എന്നാലും ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള എണ്ണ കൊടുക്കുക. അരെ വാ വാ വാ, അടിപൊളി. ഇത് രസമുണ്ടല്ലോ മുത്തശ്ശി. വീണ് കാണാൻ കൊറേ കഴിയുമ്പോഴത്രേ കൊറേ കഴിയുമ്പോ നല്ല രസം. നല്ല പണി. നല്ലോണം അമർത്തി പിഴിയണേ, അല്ലെങ്കിൽ എണ്ണ പോരില്ലല്ലോ. ശരിയാ. ആദ്യം മുത്തശ്ശിക്ക് ഇത് അറിയില്ലായിരുന്നു. മുത്തശ്ശി ആദ്യം ഇളക്കിയിട്ടൊക്കെ തന്നെയാ പിഴിഞ്ഞത്. പിന്നെ തോന്നി ഏതായാലും അവസാനം ഇളക്കിയാൽ മതിയല്ലോ, അങ്ങനെയാകുമ്പോ പിഴിയാനും സൗകര്യമാണല്ലോ വിചാരിച്ചു. അപ്പൊ എന്നാ മുത്തശ്ശി പിഴിഞ്ഞലൊക്കെ കഴിയട്ടെ. ഞാൻ അവിടെ പോയിട്ടേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരാം. ആയിക്കോട്ടെ.
അപ്പൊ മുത്തശ്ശി എന്താ കഴിക്കുന്ന്? മുത്തശ്ശിക്ക് ചോറ് വെച്ചിട്ടുണ്ട്. കൂട്ടാൻ എന്താ? ഉപ്പേരി കൂട്ടാൻ വേണ്ട. വാങ്ങി ഇരിക്കുന്നുണ്ട്. ആ ഞാൻ വിചാരിച്ച അത് ഉണ്ടാക്കിന്ന് പറയാണെന്ന്. അപ്പൊ ഏതായാലും ഇത് അടിപൊളിയാവട്ടെ. എണ്ണ മുത്തശ്ശീനെ കാണാണ്ട് കേട്ടോ എണ്ണയില്. ഇതാ ഇവിടെ ഇതാ മുത്തശ്ശി. മുത്തശ്ശിയുടെ എണ്ണയാ പിഴിയണ വേഷമാണ് ഇട്ടത്. ആരും എന്താ വേഷിയിടാത്തത് ചോദിക്കരുതേ. പിന്നെ മുത്തശ്ശി ചൂട് കാരണം ഇനി മുത്തശ്ശി പോകുമ്പോ ഇനി 2 മാക്സി വാങ്ങണം. മാക്സി ഇട്ടാലോ വിചാരിക്കുക. സ്ഥലത്ത് പോകണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അവിടുന്ന് ഒരു 2 നൈറ്റ് 2 3 ആയിക്കോട്ടെ. നൈറ്റ് ഇടണ്ട നീ? നൈറ്റ് ഇട എനിക്ക് വയ്യല്ല. എനിക്ക് തന്നെ തോന്നാറുണ്ട് ഒരു ഭാരമാണ്. വേസ്റ്റ് ചെയ്യുമ്പോ ഒക്കെ ഒരു ഭാരം തോന്നുക ഞാൻ പറയാറുണ്ട്. മുത്തശ്ശിയെ മറ്റേ പഴയ കാലത്തെ മുത്തശ്ശി എന്നെ ഞാൻ ചെറുതായി പറയൂ. അതാണിപ്പോ. അതുകൊണ്ടാണ് ഞാൻ എന്തോ വേണ്ട സംശയിക്കുന്നത്. ആകെയുള്ള ഒരു മുത്തശ്ശിയാ. അതാ സുഖം. പക്ഷെ മുത്തശ്ശിനെ സെറ്റ് മുണ്ടെടുത്ത് കാണാനാട്ടോ ഐശ്വര്യം. ഇത് രാത്രിയല്ലേ അല്ലേ? കിടക്കുമ്പോ പിന്നെ ആരും കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പകല് നൈറ്റ് ഇട നീ? അയ്യ അത് വേണ്ട മുത്തശ്ശി സെറ്റ് മുണ്ടല്ല ഭംഗി. എനിക്ക് ഭാരം തോന്നാണ് വേസ്റ്റ് ഇടുമ്പോഴേ. ഈ ചൂടായോണ്ട് അല്ലേ? അത് കഴിഞ്ഞാ സെറ്റ് മുണ്ടിലേക്ക് മാറുമോ? എങ്ങനെയൊക്കെ ചാവാ. എന്തായാലും 2 എടുത്ത് വെക്കാല്ലേ? അതെ എന്തായാലും നമുക്ക് മുത്തശ്ശിക്കാകുമ്പോ പിന്നെ കുട്ടി നൈറ്റ് മതി. നാളെ ഏതായാലും നമ്മള് പോകണ്ടല്ലോ. പോകുമ്പോ വാങ്ങാം. അപ്പൊ എന്തായാലും നൈറ്റ് ഒക്കെ ഇട്ടുള്ള മുത്തശ്ശീനെ നമുക്ക് എന്തായാലും കാണിക്കാം വീഡിയോയില്. എല്ലാരും പറയും കാര്യം സൗകര്യാണ്. ഒന്ന് തിരുമ്പിയതിയല്ലോ അല്ലേ? മറ്റേത് പിന്നെ വേഷ്ടി മുണ്ട് 1.5 പിന്നെ അടിപ്പാവാട് ഇതൊക്കെ തിരുമ്പണ്ടേ? അതെ. ഇന്നറ് മേലത്തെ ഇന്നറ് ബ്ലൗസ്. അപ്പൊ എത്ര തിരുമ്പണല്ലേ ഒരു ദിവസം? അതുകൊണ്ടാണ് 2 ദിവസം ചിലപ്പോ 2 ദിവസമായി വിഷുവൊക്കെ ആയിട്ടേ 2 ദിവസമൊക്കെ തിരുമ്പാൻ പറ്റിയില്ല. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ വാഷിംഗ് മെഷീനിൽ തിരുമ്പത് ഇഷ്ടമല്ല. അപ്പൊ തച്ച് തിരുമ്പിയൊക്കെ ആയപ്പോഴേക്ക് വയ്യാതെ ആയിരിക്കും. 3 ദിവസത്തെ ഒന്നിച്ച് തിരുമ്പി 2 നേരത്തെയും കൂടി ആലോചിച്ച് നോക്കൂ. അപ്പൊ ഒരു 10-30 ഉണ്ടാവും തിരുമ്പാൻ ടോട്ടൽ. ഇഷ്ടല്ല അതില് തിരുമ്പണം. അമ്മ എപ്പോഴും പറയുന്നോടെ എല്ലാരും തിരുമ്പില്ല. അമ്മക്ക് എന്തിനാ ഇങ്ങനെ വയ്യാതെ ആയും കൊണ്ട് ചുമച്ചും കൊണ്ടൊക്കെ എന്തിനാ അങ്ങനെ തിരുമ്പണ ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വൃത്തി തോന്നുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടും വാഷിംഗ് മെഷീനിൽ ഇടാഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞു ഞാൻ. അപ്പൊ എന്തായാലും കഴിയണ വരെ ഇങ്ങനെ വൈക്കണ വരെ എങ്ങനെയൊക്കെ പോട്ടെ വിചാരിച്ചിട്ടാണ്. അതെ എന്തായാലും നൈറ്റിയുടെ സംഭവം ഒന്ന് കാണിക്കന്നെ കേട്ടോ. അടുത്ത ദിവസം നൈറ്റ് ഇട്ടിട്ട് കാണിക്കും ഞങ്ങള് അല്ലേ മുത്തശ്ശി?